മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഹരിതകർമ്മസേനാംഗങ്ങൾ പിരിച്ചു നൽകിയ പണം പഞ്ചായത്ത് കോർപ്പസ് ഫണ്ടിലേക്ക് തിരിച്ചടപ്പിച്ച ആലപ്പുഴ ചുനക്കര പഞ്ചായത്ത് അധികൃതർ. പഞ്ചായത്ത് സെക്രട്ടറി വിശദീകരണം ചോദിച്ചതിന് പിന്നാലെയാണ് പണം തിരിച്ചടപ്പിച്ചത്. മന്ത്രി എം.ബി. രാജേഷിനെ പണം നേരിട്ട് കൈമാറിയതിന്റെ നീരസമാണ് അധികൃതരുടെ നിയമവിരുദ്ധ നീക്കത്തിന്റെ പിന്നിലെന്നാണ് വിവരം. സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും തയ്യാറായിട്ടില്ല. ടി.വി. പ്രസാദ് ചേരുന്നു. പ്രസാദ്, എന്താണ് സംഭവിച്ചത്? ഏത് സാഹചര്യത്തിലാണ് ഇവർക്ക് ഈ പണം തിരിച്ചടക്കേണ്ടി വന്നത്? വിനീത, ചുനക്കര പഞ്ചായത്ത് LDF ഭരിക്കുന്ന പഞ്ചായത്താണ്. LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ തന്നെയാണ് ഇതുണ്ടായത് എന്നുള്ളതാണ് ഏവരെയും ഞെട്ടിക്കുന്നത്. ഇതുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഹരിതകർമ്മസേന പിരിച്ച പണം പ്രസിഡന്റിന് കൈമാറിയാൽ പോരെ, ഇവിടെ തൊട്ടടുത്തുള്ള പാലമേൽ പഞ്ചായത്ത് അങ്ങനെയാണല്ലോ ചെയ്തതെന്ന് ഹരിതകർമ്മസേനാംഗങ്ങളോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു. പക്ഷേ അവരുടെ ആഗ്രഹം മന്ത്രിക്ക് തന്നെ നേരിട്ട് കൊടുക്കണമെന്നായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ മാസം 13-ാം തീയതി മന്ത്രി എം.ബി. രാജേഷിന് സ്ഥലം MLAക്കൊപ്പം എത്തി ഹരിതകർമ്മസേനാംഗങ്ങൾ ഈ 50,000 രൂപ കൈമാറുകയും ചെയ്ത് അതിന് പിന്നാലെയാണ് 14-ാം തീയതി തന്നെ ഇവരോട് നിയമവിരുദ്ധമായി വിശദീകരണ നോട്ടീസ് ചോദിച്ചത്. അങ്ങനെ ഹരിതകർമ്മസേന അവരുടെ ഫണ്ടിൽ നിന്ന്, കൺസോർഷ്യത്തിൻ്റെ ഫണ്ടിൽ നിന്ന് പണമെടുത്താൽ അതിൽ വിശദീകരണം ചോദിക്കാനുള്ള ചട്ടമോ നിയമമോ ഇല്ല എന്നുള്ളതാണ്. അനധികൃതമായി വിശദീകരണം ചോദിക്കുന്നു. വിശദീകരണത്തിന് മറുപടി കൊടുത്ത ദിവസം തന്നെ ഉടനടി അവരുടെ കോർപ്പസ് ഫണ്ടിൽ നിന്ന് എടുത്ത 20,000 രൂപ തിരിച്ചടക്കണം എന്ന തീരുമാനം എടുക്കുന്നു. അതിവരിൽ സമ്മർദ്ദം ചെലുത്തുന്നു. ചുരുക്കത്തിൽ ഹരിതകർമ്മസേനയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ചേർന്ന് അത് തിരിച്ചടക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ 20,000 രൂപ മറ്റുള്ളവരിൽ നിന്ന് പിരിച്ചു കൊടുക്കേണ്ടി വരും. നേരത്തെ 30,000 രൂപ ഓരോ ആളുകളും 1000 രൂപ വെച്ച് പിരിച്ചിട്ടാണ് ആകെ 30,000-ഉം പിന്നീട് 20,000-ഉം അതിൽ നിന്നെടുത്ത് 50,000 രൂപ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തത്. ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ അവരെടുത്ത ഏറ്റവും നല്ല തീരുമാനം, അതിനെ അഭിനന്ദിക്കേണ്ടതിന് പകരം ചെറിയ ഈഗോ ക്ലാഷിൻ്റെ പേരിൽ അവരെ അവഹേളിക്കുന്ന നടപടിയാണ്, തികച്ചും നിയമവിരുദ്ധമായ നടപടിയാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനീത, ശരി, ടി.വി. പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.